ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു അനാഥ പെൺകുട്ടി അനാമികയുടേത്. മകൻ വിഷ്ണുവിനെ കൊണ്ട് ജീവിതം കാരുണ്യഭവൻ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ അനാമികയെ വിവാഹം കഴിപ്പിച്ചു. ഏറെക്കാലമായി ജീവിതമാകെ അന്തേവാസിയായിരുന്നു അനാമിക. മകന് വിവാഹപ്രായമായപ്പോൾ വധുവുമായി അനാമിക മതിയെന്ന് ഉദയഗിരിജ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ അനാമികയ്ക്കും വിഷ്ണുവിനും ഒരു പെൺകുഞ്ഞുണ്ട്. യൂട്യൂബ് ചാനലുമായി സജീവമായി ഇരുവരും പങ്കുവയ്ക്കുന്ന പുതിയ വ്ലോഗുകൾ ചർച്ചയാവുകയാണ്. കുഞ്ഞിന്റെ തല മൊട്ടയടിക്കാനായി പഴനിമുരുകൻ കോവിലിൽ പോയ വിശേഷങ്ങളാണ് വ്ലോഗിൽ താരങ്ങൾ പങ്കുവച്ച്. അതിരാവിലെ പുറപ്പെട്ട ഇരുവരും വൈകിട്ടോടെയാണ് ഇരുവരും നാട്ടിൽ തിരിച്ചെത്തിയത്. പൊതുവെ മകൻ കുഞ്ഞിന്റെ തലമുണ്ടനം ചെയ്യുന്ന ചടങ്ങിൽ അമ്മയും മറ്റും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. എല്ലാവരുമായി ചേർന്ന് പഴനിയിൽ പോകണമെന്നായിരുന്നു അനാമികയുടെയും ആഗ്രഹം. എന്നാൽ അത് നടന്നില്ല എന്ന് അനാമിക തന്നെ വ്ലോഗിൽ പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം നിറവേറ്റാൻ പോവുകയാണ്. പക്ഷെ ഇങ്ങനെയൊന്നും പോകണമെന്നായിരുന്നില്ല ആഗ്രഹിച്ചത് എന്നും അനാമിക പറഞ്ഞു. ഫാമിലിയുമായി സന്തോഷത്തോടെ ഒരുമിച്ച് പോയി വരണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ അതിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും മാത്രം ഈ യാത്ര പോകുന്നത് എന്നാണ് അനാമിക പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ വിഷ്ണുവിന്റെ അമ്മയുമായി അകൽച്ചയിലാണെന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. മാത്രമല്ല അത്തരം ചോദ്യങ്ങൾക്ക് ഉടനടി പോസ്റ്റുകളും അനാമിക പങ്കുവയ്ക്കുന്നുണ്ട്. എൻ്റെ അമ്മ മരിച്ചു പോകാതിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ നേരിടുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒത്തിരി ആഗ്രഹിച്ച നിമിഷങ്ങളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഒരു അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം സ്നേഹം എനിക്ക് എൻ്റെ ഉണ്ണി അണ്ണൻ തരാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണി അണ്ണൻ്റെ കണ്ണും നിറയും. ഉണ്ണി അണ്ണൻ എൻ്റെ കണ്ണ് നിറയാതെ എത്രത്തോളം നോക്കാൻ പറ്റുമോ അത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നെ അത്രത്തോളം ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ണിയണ്ണൻ്റെ താങ്ങി നിൽക്കാൻ എനിക്ക് വീട്ടുകാരോ അമ്മയോ അച്ഛനോ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങളിൽ ചില വ്യക്തികൾ എങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ പ്രതികരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എന്നെ ഈ ഭൂമിയിൽ സ്നേഹിക്കാനും ഇതേപോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എന്നും എനിക്കും എൻ്റെ ഉണ്ണിയണ്ണനും ഉണ്ണിമോൾക്കും വേണം. ചില സമയത്ത് സങ്കടം വരുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ, എന്തിനാ എൻ്റെ അച്ഛനെയും അമ്മയും പിരിച്ചത്? അമ്മ മരിച്ചത് എന്തിനാണ്? അച്ഛൻ എന്തിനാ എന്നെ നോക്കിയത്? ഞാൻ ഏതേ അനാഥയായി പോയത്? എന്നെ എന്തിനാ അനാഥയാക്കിയത്? എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും. എന്നാണ് അനാമിക കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മക്കളും ഭർത്താവും മാത്രമേ തനിക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളൂ എന്ന് അനാമിക പറയാതെ പറയുന്ന കുറിപ്പുകളാണിത്. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണ ഉപരി പഠനത്തിന് പോകാൻ ശ്രമിക്കാൻ ഫോളോവേഴ്സിൽ ഒരാൾ ഉപദേശിച്ചപ്പോൾ തനിക്ക് പിന്തുണ നൽകാൻ ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്നാണ് അനാമിക മറുപടി കമന്റിൽ കുറിച്ചത്. ഇതോടെയാണ് വലിയ രൂപത്തിലുള്ള ചർച്ചകളും ഉണ്ടായത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.